ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഞെട്ടിക്കുന്ന നടുക്കുന്ന ഫോൺ സംഭാഷണം ഇത് ഫുള്ളായിട്ട് ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് നമ്മുടെ കിച്ചുവിനെ സമൂഹത്തിന്റെ മുമ്പിൽ നാറ്റിക്കാൻ വേണ്ടി ഇവറ്റകൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് തൂങ്ങുനാടകം. അതായത് രേണു സുധി തൂങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കിച്ചുവിനെ വെറുക്കും, കിച്ചുവിനെ അൺഫോളോ ചെയ്യും. അതിനുവേണ്ടി ഇവറ്റകൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഈ നാടകം നാലാളിലേക്ക് എത്താൻ വേണ്ടി കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഞാൻ പ്ലേ ചെയ്യുന്ന ഈ ഒരു ഫോൺ സംഭാഷണം ഒന്നായിട്ട് കേൾക്കണം. ഓക്കെ. ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ, ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യവും. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? ഓക്കെ, ഇതിന്റെ ബാക്കി ഞാൻ വെച്ചു തരാം. ഒരു കാര്യം പറയാം, ആരാണ് ഇവൻ? അൻഷാദാണ് ഇവന്റെ പേര്. ഇവനും രേണുവും അതായത് 4-5 ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് രേണുവിന്റെ ഏറ്റവും അടുത്ത ഒരാള് ഇങ്ങനെയുള്ള പച്ചക്കളവ് പറയുന്നുണ്ടെങ്കിൽ അത് രേണുവിന്റെ സമ്മതപ്രകാരം മാത്രമായിരിക്കും. രേണു പറഞ്ഞിട്ട് മാത്രമായിരിക്കും. കിച്ചുവിനെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കാൻ വേണ്ടി രേണുവും ഇവറ്റുകളും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് തയ്യാറാക്കിയ പക്ക ഫേക്ക് ആയിട്ടുള്ള ആ ഒരു തൂങ്ങു നാടകമെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എന്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണം, ഏതൊക്കെ ഇടണമെന്നൊക്കെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നാ വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമാണ്. രേണു അത്യാസന്റെ നിലയിൽ രേണു മരിക്കാൻ കിടക്കുന്നു പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുവാണോ ചെയ്യുന്നത്? എന്റെ പോസ്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ഫേസ്ബുക്കിലോ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല ഞാൻ. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഈ തെമ്മാടിയോട് ഒരു കാര്യം പറയാം. അതായത് കിച്ചുവിനെ നാറി 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 എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഒരു പച്ചക്കളവ് പറഞ്ഞത്. കിച്ചുവിനെ 4 ആൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ലടാ ഞാൻ ഒരു പച്ചക്കളവ് പറഞ്ഞത്. അങ്ങനെയുള്ള പച്ചക്കളവ് പറയാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ഇവനൊക്കെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് നമ്മൾ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. നീ ഇട്ട വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ നീ നോക്കാത്ത എന്ത്? അതിന് റിപ്ലൈ കൊടുക്കാത്ത എന്ത്? നീ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എന്ത്? എല്ലാരും അരിയാഹാരം കഴിച്ചു കിടക്കുന്നത് മനസ്സിലായ? ഇവന് കമന്റിന് റീപ്ലൈ കൊടുക്കുന്നത് പോയിട്ട് ആ വീഡിയോ മുക്കിയിട്ടുണ്ട്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ അക്കൗണ്ടിൽ ആ വീഡിയോ നിലവിൽ കാണുന്നില്ല. പ്രൈവറ്റ് ആക്കിയതാണോ മുക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും വൃത്തികെട്ടവനാണ്. കയ്യിൽ നിന്ന് പോയി സ്ക്രിപ്റ്റാണെന്ന് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഇരുന്ന് പറയുന്നത് കൊണ്ടാണ് കിച്ചു രക്ഷപ്പെടുന്നത്. ഇല്ലെങ്കിൽ കിച്ചുവിനെ നല്ലവരായ എല്ലാവരും വെറുത്തേനെ. ഞങ്ങളാണ് കിച്ചുവിന്റെ സത്യം, അതായത് കിച്ചുവിനെ കൊടുക്കുന്നത് ഞങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ പോസ്റ്റ്, എന്റെ ഫോണ്, എന്റെ ID, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണമെന്ന് എന്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. എടാ, നിന്റെ ഫോണാണ്, നിന്റെ നെറ്റാണ്, നീ എന്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെന്ന് നീ തീരുമാനിക്കും. പക്ഷെ അത് നിന്റെ പേഴ്സണൽ കാര്യം. അല്ലാതെ ഒരാള് കടുംകൈക്ക് ശ്രമിച്ചു എന്ന് പറയാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? കിച്ചുവിനെ നാറി എന്ന് വിളിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ എന്ത് വേണമെങ്കിൽ ഇട്ടോളൂ, ഞങ്ങൾ ആരും ചോദിക്കത്തില്ല. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റേതായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇടാം. അല്ലാതെ രേണു സുധിയുടെ പ്രശ്നം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം വേണം, തെളിവ് വേണം. വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ എന്താ പറയാ, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഫസ്റ്റ് ടൈം
എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവള് മാത്രമല്ല, അവളെ വീട്ടുകാരടക്കം എല്ലാവരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടോ? ഈ ചങ്ങായി പറയുന്നുണ്ട്, അതായത് രേണു എന്നെ വിളിക്കുന്നുണ്ട്, വീട്ടുകാർ വിളിക്കുന്നുണ്ട്, രേണുവായിട്ടും അത്രയും അടുപ്പമുള്ള ഞാൻ എന്ന് ഇവൻ പറയുന്നുണ്ട്. അന്നെങ്കിൽ രേണു പറയാതെ ഇങ്ങനെ ഒരു കള്ളം പറയോ? അതായത് പൊന്നു മനുഷ്യന്മാർ, ഇതൊക്കെ കേസായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അങ്ങനെ ആരും, അതായത് റിച്ചിന് വേണ്ടി ആരും പച്ചക്കളവ് പറയത്തില്ല. ഇത് ഇവനോട് രേണു അല്ലെങ്കിൽ രേണുവിന്റെ അടുത്താരോ പറഞ്ഞിട്ടായിരിക്കും ഇവൻ വീഡിയോ ഇട്ടത്. അതിന്റെ മർമ്മമായ കാരണം കിച്ചുവിനെ നാറ്റിക്കണം. 4 ആൾക്ക് മുമ്പിൽ കിച്ചു ഇല്ലാതാവണം, അതിനുവേണ്ടി കളിക്കുന്ന പക്കാ നാടകമാണ്. ഇവനോടൊരു കാര്യം പറയാം, രേണു, അതായത് കിച്ചു രേണുവിന് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. മർമ്മമായ തെളിവില്ലെങ്കിൽ മോനെ, കിച്ചു നിനക്കെതിരെ കേസ് കൊടുത്താൽ, മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ കോടി കണക്കിന് എണ്ണേണ്ടി വരും. സത്യസന്ധമായിട്ട് പറയാം, ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ ഈ പറയുന്ന കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മർമ്മമായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ എനിക്കയക്ക് നീ. അതായത് ഫേക്ക് അല്ല, ഫേക്ക് സ്ക്രീൻഷോട്ട് അല്ല, ഒറിജിനൽ. നമുക്ക് കാണുന്നവർക്ക്, ബോധമുള്ളവർക്ക് മനസ്സിലാവണം ഇത് ഉള്ളതാണ് എന്ന്. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ കൊണ്ടുവാ. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് രേണുവിനെ മാത്രം എന്തിനു വിമർശിക്കുന്നു എന്ന്. അവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് വയ്യാതിരിക്കുമ്പോഴും അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചങ്ങായി രേണുവിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു സ്ത്രീ രേണുവിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ, അതായത് രേണു തൂങ്ങാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഇവൻ പറഞ്ഞത് ശുദ്ധ ഫേക്കാണ്, ശുദ്ധ മണ്ടത്തരാണ്. ഇവന് റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി പറഞ്ഞത് തന്നെയാണ്. ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് ഞാൻ രേണു സുധിയുടെ വീട്ടിൽ അച്ഛനെ വിളിച്ചപ്പോൾ അവന് ഭ്രാന്ത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, രേണു സുധി ഇപ്പം ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ പറഞ്ഞത്. ദാണ്ട മക്കളെ, ഇപ്പൊ അതാ ഒരു 30 മിനിറ്റ് പോലും ആയിട്ട് രേണു സുധി കുറച്ച് ഫ്രണ്ട്സുള്ള കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇട്ട ഫോട്ടോസാണ് ഈ കാണുന്നത്. ഓക്കെ, അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാത്ത നീ എന്ത് പോകൃത്തരമാണോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്? രേണു സുധി തൂങ്ങാൻ കയറിട്ടെന്ന്. അവളെപ്പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. തൂങ്ങണമെങ്കിൽ 10-12 പ്രാവശ്യം തൂങ്ങേണ്ടുന്ന സമയങ്ങൾ കഴിഞ്ഞു. പിന്നല്ല ഈ സില്ലി മാറ്റുന്നത്. അല്ല, രേണു ഒരിക്കലും തൂങ്ങില്ല, കാരണം അവരൊരിക്കലും തൂങ്ങത്തില്ല. ഞാനതിന്റെ കൂടുതൽ പറഞ്ഞാൽ ഇപ്പൊ രോഗമുണ്ട് അവർക്ക്, അത് ഓവറായി പോകും. അതായത് ഒരു കാര്യം പറയാം, രേണു നിരന്തരം സ്റ്റോറി ഇടുന്നുണ്ട്, പക്ഷേ ആ വ്യാജ സ്ക്രീൻഷോട്ടിനെ കുറിച്ചിട്ട് ഒരക്ഷരം രേണു സംസാരിക്കുന്നില്ല. ഈ തൂങ്ങിയതിനെ കുറിച്ചിട്ട് രേണു ഒരക്ഷരം സംസാരിക്കുന്നില്ല. ഫുൾ ടൈം രേണു പോസ്റ്റ് ഇടുന്നുണ്ട്. രേണുവിന് അതിനൊക്കെ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ആ രോഗം ഉള്ളതാണോ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയല്ല എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടി, രേണു സ്വയം വെളുക്കാൻ വേണ്ടിയിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം തൂങ്ങു എന്ന് പറയിപ്പിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളും കാണുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ നോക്കൂ, ഇവനാണ്, അതായത് രേണുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം, ഇവനും രേണും കൂടി സംസാരിക്കുന്നത്. മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? ഡയറക്ടർ വരും. നമസ്കാരം, എന്റെ പേര് അൻഷാദ് എന്നാണ്. രേണുവിനെ വെച്ചിട്ട് 2ാമത്തെ ആൽബമാണ് ചെയ്തിരിക്കുന്നത്. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം റീലുകളൊക്കെ ഭയങ്കര വൈറലാകുകയൊക്കെ ചെയ്തിരുന്നു. അതും കാട്ടുമങ്കയും ഇപ്പൊ ചെയ്ത കാട്ടുമങ്ക, ഇത് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ തരണം. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഓക്കെ, ഇത്രയും രേണുവിന്റെ അടുത്ത ഒരാള്, അവൻ തന്നെ പറയുന്നുണ്ട് രേണുവിനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരുമിച്ച് അഭിനയിച്ച ഒരാള് ഇങ്ങനെ, അതായത് അവൾ തൂങ്ങി എന്ന് പറയോ? ഒന്നെങ്കിൽ തൂങ്ങണം, അവിടെ രേണു തൂങ്ങിയിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഈ ചങ്ങായി പോസ്റ്റ് ഇടുന്ന സമയത്ത് രേണു തൂങ്ങി എന്ന് പറഞ്ഞ് ഇവൻ പോസ്റ്റ് ഇടുന്ന സമയത്ത് രേണു അവിടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസും സ്റ്റോറിയും ഇട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാവുന്നു, രേണു പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയോ? അപ്പോൾ ഫേക്ക് വാർത്ത കുറേ പേർ കൊടുക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ. ഇങ്ങനെ ആരെങ്കിലും പറയോ? അവിടെ നിന്ന് വിളിച്ച് പറയാതെ, എങ്ങനെ നീ പറയാതെ ആരും പറയത്തില്ല. വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് പറയിപ്പിക്കാനും വലിയ പണിയൊന്നുമില്ല പൊന്നു മനുഷ്യന്മാരെ. രേണുവിൻ്റെ പുതിയ പോസ്റ്റ് ഞാൻ റിട്ടേൺ വരും. വാ എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാനൊരു കാര്യം പറയാം. രേണു എത്രയും പെട്ടെന്ന്, അതായത് ക്യാൻസറൊക്കെ ഇല്ലാതായിട്ട് പണ്ടത്തെ പോലെ തിരിച്ചു വരട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, ആ കിച്ചുവിനെ വെറുതെ വിടണം. ഇനി മേലിൽ ആ കിച്ചുവിൻ്റെ പിന്നാലൊന്നും നടക്കരുത്. ആ സുധിച്ചേട്ടനെയും, പിന്നെ നിന്റെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല സുധിച്ചേട്ടന്റെ വിഷയത്തിൽ. അതായത് ആ പാവം സുധിച്ചേട്ടൻ മരിച്ചിട്ട് എത്ര 2-3 വർഷമായല്ലേ. ആ മരിച്ചിട്ടും അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലെയാണ് രേണു ഉള്ളത് കൊണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, കിച്ചുവിനെ നീ ഒന്ന് വെറുതെ വിടണം.
അവനെതിരായിട്ട് നീ എന്തോ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതായത് ഈ കിച്ചിനും എനിക്കും അറിയുന്ന ഒരു കാര്യം മാത്രമുണ്ട്, ഒരു കാര്യം മാത്രമുണ്ട്. ഇനി ഫേക്ക് ആയിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞ് രേണുവെ വരരുത്. വന്നാൽ ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, ഞങ്ങൾ വീണ്ടും നിന്നെ ഞങ്ങൾ വീണ്ടും നിന്നെ ഇതാകും. ഞങ്ങൾ യൂട്യൂബേഴ്സ് വില പണിയേ ഇല്ല നിന്നെ ഞങ്ങൾക്ക് ഇതാക്കാൻ. അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.